ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखान्वितं कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमस्ते अथ काञ्चन गौरांगी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यश्च पतितानां वैष्णवेभ्यो नमः। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवाद पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല സ്തോത്രം 16. हे मर्त्या परमहितं शृणुतवो वक्ष्यामि संक्षेपता संसारार्णवं पापदुर्मि बहुलं सम्यक् प्रविश्यासिरा नानाज्ञानमपास्य चेतसिनो नारायणायेत्यमु मंत्रं स प्रणवं प्रणाम सहितं प्रवर्त्याधं मुहु. ആരെങ്കിലും റിസൈറ്റ് ചെയ്യാം? हेमर्त्या परमं हितं शृणुत ओ वक्ष्यामि संक्षेपतः ज्ञानमपास्य चेतसि नारायणायेदि अमुं मन्त्रं सप्रणवं प्रणामि. Oh mortal beings, you have submerged yourselves fully in the ocean of material existence, which is filled with the waves of misfortune. Please hear as I briefly tell you how to attain your supreme benefit. Just put aside your various attempts at gaining knowledge and instead begin constantly chanting the mantra Om Namo Narayanaya and bowing down. അപ്പോൾ കുലശേഖർ ആൾവാർ പറയുന്നത് നമ്മളോടാണ് പറഞ്ഞത്. ഓർ മോർട്ടൽ ബീയിങ്സ്. എന്താണ് മോർട്ടൽ ബീയിങ്സ് പറഞ്ഞാൽ? അതായത് ശാശ്വതമില്ലാത്ത, ടെമ്പററി ആയിട്ട് മരിക്കുന്ന, അമരത്വമില്ലാത്തത് മർത്യലോകം. മർത്യലോകത്തിൽ ആരുണ്ടാവുക? മരിക്കാൻ വിധിക്കപ്പെട്ടവർ. നമുക്ക് ഈ ശരീരം എപ്പോഴും ഉണ്ടാവില്ലല്ലോ. മോർട്ടൽ ബീയിങ്സ് ആണ്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അമരത്വം, മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത്. അപ്പോൾ ഓ മോർട്ടൽ ബീയിങ്സ്, നമ്മളെല്ലാം താൽക്കാലികമായിട്ട് ഈ ദേഹം കിട്ടിയ ആൾക്കാരാണ്. 100 വർഷം അല്ലെ, അതിന് മീത് നമുക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മോർട്ടൽ ബീയിങ്സ്, നമുക്ക് കാലാകാലത്തിന് ശരീരം നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മളുടെ സ്വത്ത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മുടെ പേരും പെരുമയും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം നശിക്കുന്നതാണ് മോർട്ടൽ ബീയിങ്സ്. യു ഹാവ് സബ്മേർജ്ഡ് യുവർസെൽഫ് ഫുള്ളി ഇൻ ദ ഓഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. നമ്മൾ ഇപ്പോഴും ഈ ഭൗതിക ലോകത്തിലെ ഭോഗ ആസ്വാദനം ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ മുഴുകിയിരിക്കുകയാണ്. ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അതെങ്ങനെ പുനഃസ്ഥാപിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ശരീരം കിട്ടും, ഒരു എറ്റേണൽ സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം കിട്ടും, ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ആകാംക്ഷയില്ല, ഒരു ക്യൂരിയോസിറ്റി ഇല്ല. നമ്മൾ ഇതന്നെയാണ് നമ്മളുടെ പെർമനന്റ് റെസിഡൻസ്.
ഇതന്നെ നമ്മുടെ പെർമനന്റ് ബോഡി. നമ്മളുടെ ഭർത്താവ്, ഭാര്യ, കുട്ടികളെ, അമ്മ, അച്ഛൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ പണം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നമ്മളുടെ പേരും പ്രശസ്തിയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നീ ആശ അതോടുകൂടി നമ്മൾ ജീവിക്കുന്നതാണ്. അതാണ് യു ഹാവ് സബ്മേഴ്സ്ഡ് യുവർ സെൽഫ് ഫുള്ളി ഇൻ ദ ഓഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ശരിക്കുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് പരമസത്യം? നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലെ ഈ സുഖഭോഗങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ കാലാകാലത്തോളം ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ആൾക്കാർ, വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ദ വേവ്സ് ഓഫ് മിസ്ഫോർച്യൂൺ. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ദുഃഖാലയം അശാശ്വതം. നമ്മൾ ഭാഗ്യം ഇല്ലാത്ത ആൾക്കാരാണ് കലിയുഗത്തിൽ. കാരണം കലിയുഗത്തിൽ എന്താ? കലഹവും കാപ്പട്യവും, അല്ലേ? അത് എപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്പിലും ഡേഞ്ചറാണ്. സ്വന്തം ആൾക്കാർ തന്നെ, അച്ഛനമ്മമാരും മക്കളും ഭാര്യയും ഭർത്താവും പിന്നെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കലഹമാണ്. എല്ലാവർക്കും സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പ്യുവർ ഒരു ലവ്, ഒരു സ്നേഹം, ഒരു പ്രേമം എന്നുള്ളത് ഇവിടെ കാണില്ല. എല്ലാം മത്ലബികളാണ്. മത്ലബികൾ എന്ന് പറഞ്ഞാൽ അവനവന്റെ സുഖം, അവനവന്റെ സ്വാർത്ഥ താല്പര്യം, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് എന്താണ് എപ്പോഴും നമുക്ക് മിസ്ഫോർച്യൂൺ വന്നു പോയിക്കൊണ്ടിരിക്കും. പ്ലീസ് ഹിയർ ആസ് ഐ ബ്രീഫ്ലി ടെൽ യു ഹൗ ടു അറ്റൈൻ യുവർ സുപ്രീം ബെനിഫിറ്റ്. എന്താണ് നമുക്ക് ഏറ്റവും മാനവജാതിക്ക് ഏറ്റവും നന്മ നിറഞ്ഞത് എന്താണെന്നത് ഞാൻ പറയാൻ പോവാണ്. ഐ ബ്രീഫ്ലി ടെൽ യു. ചുരുക്കത്തിൽ, just put aside your various attempts at gaining knowledge and instead begin constantly chanting the mantra Om Namo Narayanaya, bowing down to the Lord. Okay, ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെ കൂടുതൽ കൂടുതൽ ഭോഗവൃത്തി ചെയ്ത് ആസ്വദിക്കാം എന്നുള്ള ആ ജ്ഞാനം ആർജിക്കുന്നതിന് പകരം ഭഗവാന്റെ നാമം എപ്പോഴും ഉച്ചരിക്കുക, എപ്പോഴും ഉരുവിടുക. എന്താണ് ഭഗവാന്റെ നാമം? ഓം നമോ നാരായണായ. എന്താണ് ഇവിടെ ഓം നമോ നാരായണായ എന്ന് പറയാൻ കാരണം? കുലശേഖർ ആൾവാർ ആൾവാർ ഭഗവാന്റെ ആഭരണല്ലേ പ്രഭു? നാരായണന്റെ ആഭരണം, അതുകൊണ്ടാണോ? അല്ല അല്ല, അവര് നാരായണനെയാണ് വർഷിപ്പ് ചെയ്യണം. അതായത് ശ്രീ സമ്പ്രദായത്തിലുള്ള ഒരു വൈഷ്ണവ ആചാര്യനാണ്. അവരുടെ വർഷിപ്പബിൾ ഡേറ്റ് ആരാണ്? നാരായണൻ. സോ ഓം നമോ നാരായണായ, ബൗയിങ് ഡൗൺ ടു ദ ലോർഡ്. നാമസങ്കീർത്തനം സർവനാശനം. പ്രഭു, അത് ഓം നമോ നാരായണ എന്ന് പറയുന്നത്, ഓം നമോ നാരായണായ അത് മന്ത്രമാണല്ലോ. അതിപ്പോ ആര് ചൊല്ലിയാലും അതിന്റെ എഫക്റ്റ് കിട്ടൂലേ? ഇപ്പൊ നമ്മൾ ചൊല്ലിയാലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് ഞങ്ങളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന അതിന്റെ ഗുണം നമുക്കും കിട്ടൂലേ? ആര് ചൊല്ലിയാലും അതിന്റെ ഗുണം കിട്ടില്ലേ? അതിന്റെ ഗുണം കിട്ടും. പക്ഷെ നമ്മൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന മന്ത്രം നമ്മൾ ചെല്ലുക. ബാക്കി അതായത് ശ്രീ വൈഷ്ണവന്മാര് ഓം നമോ നാരായണായ എന്ന് ചൊല്ലുക. അവര് നാരായണനാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മന്ത്രം നമ്മളുടെ ആ സമ്പ്രദായത്തിൽ തന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. നമ്മൾ ചൊല്ലേണ്ട മന്ത്രം അതാണ്. ഇത് പറയുകൊണ്ട് തെറ്റല്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഉരുവിട്ട് നടക്കേണ്ടത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാരണം ചൈതന്യ മഹാപ്രഭു അതന്നെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമ്പ്രദായത്തില് നമ്മള് രൂപാനുഗാസാണ്. രൂപഗോസ്വാമി നമുക്ക് പറഞ്ഞിരിക്കുന്നു, അതാണ് ശ്രീ പ്രഭുപാദം പറഞ്ഞിരിക്കുന്നതാണ്. ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഭഗവാന്റെ നാമങ്ങളെല്ലാം, പക്ഷെ ഇതെല്ലാം വേദിക് മന്ത്രങ്ങളാണ്. വേദിക് മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ചില നിയമങ്ങളുണ്ട്, പക്ഷേ ഹരേകൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കാൻ നിയമങ്ങളില്ല. ദേശകാല പാത്രത്തിന് അതീതമാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് ആർക്കും എപ്പോഴും എങ്ങനെയും ഏത് പരിസ്ഥിതിയിലും ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു മഹാമന്ത്രം കലി സന്ദർണ ഉപനിഷത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ മന്ത്രം. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ്, പിൻഗാമികളായ നമ്മളെല്ലാം ഉച്ചരിക്കേണ്ട അല്ലെങ്കിൽ ജപിക്കേണ്ട മന്ത്രം ഏത് സമയത്തും ആർക്കും എപ്പോഴും ജപിക്കാൻ ഉള്ള ഒരേ ഒരു മന്ത്രം ഹരേകൃഷ്ണ മന്ത്രമാണ്. അതാണ് അവര് പിന്നെ പറഞ്ഞാൽ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയാണ് മിക്ക ആൾക്കാരും. ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലാണ് അവരെ മാത്രമേ ഉൾക്കൊണ്ട് അതിൽ ചെയ്യുള്ളൂ. അവർക്ക് വേദിക് മന്ത്രങ്ങൾ ചൊല്ലാനുള്ള യോഗ്യതയുണ്ട്, ആചാര്യന്മാരാണ്. അപ്പൊ അവർക്ക് ചൊല്ലാം, നമുക്ക് ചൊല്ലാം. പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്ന പോലെ ചൊല്ലാൻ പറ്റില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് എവിടെയും ചെല്ലാം, ഈവൻ ടോയ്ലറ്റിൽ പോയി ചെല്ലാം.
ഓം നമോ നാരായണ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. പ്രഭുജി ഒരു ഡൗട്ട് ചോദിക്കട്ടെ, മറ്റു 3 സമ്പ്രദായങ്ങളിലും അപ്പോ നാരായണനെയാണോ ഫസ്റ്റ്? അല്ലല്ല, പല സമ്പ്രദായങ്ങളും പല ഡിഫറെന്റ് മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുഷ്യമാർഗിൽ ഡിഫറെന്റ് മന്ത്രമാണ്, രുദ്ര സമ്പ്രദായം ഒക്കെ ഡിഫറെന്റ് മന്ത്രങ്ങൾ അവരുടേതായിട്ടുള്ള ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. അതാണ് അവർ ചൊല്ലുക. എല്ലാവരും ജപിക്കുന്നുണ്ട്, എല്ലാവരും ജപം തന്നെ ചെയ്യുന്നത്, എല്ലാവരും ഭഗവാന്റെ നാമം. പക്ഷേ നമുക്ക് നമ്മളുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നിരിക്കുന്ന മന്ത്രം, ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്ന മന്ത്രം, ഈ മന്ത്രത്തിന് മാത്രം ഇത് മഹാമന്ത്രമാണ്. ഇതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമല്ല. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട്, കാരണം നമ്മൾ കലികാലത്തിലെല്ലാം യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞിരിക്കുന്നത്? യോഗ്യത നോക്കിയേ വേണ്ട, യോഗ്യത നോക്കുകയാണെങ്കിൽ ഒരു മന്ത്രം നമുക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം കലികാലത്തിൽ അത്രയും പതനം സംഭവിച്ച ആൾക്കാരാണ്, പതീതാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എന്തായാലും ഇതുണ്ടല്ലോ, അതായത് ഒരു യോഗ്യത നോക്കാണ്ട്, അവർക്ക് യോഗ്യത ഉണ്ടോ ഇല്ലേ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലേ നോക്കാതെ ഏറ്റവും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മഹാമന്ത്രം ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം. നമ്മൾ ബ്രാഹ്മണനായാലും ശരി, വൈശ്യനായാലും ശരി, ശൂദ്രനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, ചണ്ടാലനായാലും ശരി, ആരായാലും ശരി, ആർക്കും എപ്പോഴും ഏത് പരിസ്ഥിതിയിലും ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രമാണ് ഹരേകൃഷ്ണ മന്ത്രം. മറ്റത് യെസ്, അതിന്റെ പൊട്ടൻസിന്റെ പ്രഭു, ഞാനാണെങ്കിൽ ഇപ്പൊ ഗുരുവായൂർ പോലെയുള്ള നമ്മള് കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴേ ആ വിഗ്രഹത്തിന്റെ മുമ്പ് ചെല്ലുമ്പോ സത്യത്തില് ഞാനിങ്ങനെ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് പറയുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയാ, ഭാഗവതം വായിക്കുന്നതിന് മുമ്പേ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ പറയും. അത് നമ്മൾ കാണിച്ചാൽ അങ്ങനത്തെ ഒരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ആ മന്ത്രം ചെല്ലാം. അല്ലാണ്ട് നമ്മൾ മന്ത്രം നമ്മളുടെ, അതായത് ഗുരു തന്ന മന്ത്രം മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. അതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വിധി. മറ്റേതിപ്പോ നമ്മൾ പറയുന്നില്ല, ഇപ്പൊ നമ്മളിത് പറയുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ, കാരണം ഇത് നമ്മൾ അങ്ങനത്തെ ഭഗവാന്റെ വ്യാസദേവൻ എഴുതിയിരിക്കുന്ന ആ ഒരു ഗ്രന്ഥം നമ്മൾ വായിക്കുന്നതിന് മുമ്പേ ചില ചടങ്ങുകളുണ്ട്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയത്, അല്ലേ? അപ്പൊ അതൊക്കെ ഇൻവോക്കേഷൻ മന്ത്രമാണ്. ഒരു നമ്മള് ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത അങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നതിന് മുമ്പേ ഇൻവോക്ക് ചെയ്യാണ് ഭഗവാന്റെ ആ പ്രസൻസ്. ഇൻവോക്കേഷൻ, മംഗളാചരണം, അത് ചെയ്യலாம், കുഴപ്പമില്ല. ഭഗവാന്റെ നാമം നാരായണൻ എപ്പോഴും പറയാം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന മന്ത്രം അത് ഗുരുമുഖത്ത് നിന്ന് കിട്ടിയതാണ്. അതാണ് നമ്മൾ പ്രഭു ഒരു നല്ല കാര്യം ഇപ്പൊ തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പൊ ഹരേകൃഷ്ണ മന്ത്രം കൂടെ കുറെ പറയണ്ടേ. അപ്പൊ ഇതാകുമ്പോ ഓം നമോ നാരായണായ ഇത്തിരി പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പെട്ടെന്ന് അങ്ങനെയല്ല മാതാജി, ഇൻവോക്കേഷൻ മന്ത്രം അതാണ്. അതായത് മംഗളാചരണമുള്ള മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായാണ്, അത് ചൊല്ലണമെന്നല്ല പറയുന്നത്. പക്ഷേ അത് എവിടെ ഇരുന്നിട്ട് ചെല്ലണം? നമ്മൾ വ്യാസാസനത്തിലിരിക്കുമ്പോ അതിനെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് ശുദ്ധതയോടുകൂടി നമ്മൾ ചെല്ലണം. ഹരേകൃഷ്ണ മഹാമന്ത്രം അങ്ങനെ എവിടെ വേണമെങ്കിൽ ചെല്ലാൻ പറ്റും. കിടക്കുമ്പോഴും ചെല്ലാം, നടക്കുമ്പോഴും ചെല്ലാം, ഈവൻ ടോയ്ലറ്റിലും ചെല്ലാം. ഇത് ചെല്ലാൻ പറ്റും ഇല്ല? അപ്പോഴും നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ അറിയാതെ ഇങ്ങനെ ഓം നമോ നാരായണായ അത് നമ്മൾ അറിയാതെ അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം നമുക്ക് ഗുരു തന്നിരിക്കുന്ന മന്ത്രം ഇതാണല്ലോ. നമ്മളുടെ സമ്പ്രദായത്തില് നമ്മുടെ ഗുരു നമുക്ക് തന്നിരിക്കുന്ന ഈ മന്ത്രം 16 മാല മുടങ്ങാതെ ചൊല്ലാൻ വേണ്ടി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പാലിക്കണം. മറ്റത് അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ. പക്ഷെ അതിനും ദേശകാലപാത്രം നോക്കണം. കുടിക്കാണ്ടേ അശുദ്ധമായിട്ട് ചെല്ലാൻ പാടില്ല, എന്നാ ഇംപ്യൂർ സ്ഥലത്ത് ചെല്ലാൻ പാടില്ല. അതെ പ്രഭു, നമ്മുടെ ഭഗവാൻ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ എവിടെ നിന്നാലും എവിടെ ഇരുന്നാലും ഭഗവാൻ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പൊ അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല മാതാജി. വേദിക് മന്ത്രങ്ങളെ ചൊല്ലാനുള്ള ചില നിയമങ്ങളുണ്ട്. വേദിക് മന്ത്രങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വേദിക് മന്ത്രങ്ങൾ ചെയ്യാൻ പറ്റില്ല? അതിനുള്ള നിയമങ്ങളുണ്ട്. ഒരു ബ്രാഹ്മണനെ അത് പറ്റുള്ളൂ. ബ്രാഹ്മണന്റെ സ്റ്റേജിലെത്തിയ ഒരാൾക്ക് വേദിക് മന്ത്രങ്ങൾ ചെല്ലാൻ പറ്റൂ. കാരണം വെച്ചാൽ അതിന് യോഗ്യതകളുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ ഒരു ഹോസ്പിറ്റലിലെ ഒരു സർജറി നടത്തണമെങ്കിൽ യോഗ്യത വേണ്ടേ? 10ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച ആൾക്കാർക്ക് എന്താ പറയുക ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതിന് ഓരോരുത്തരും ഓരോ യോഗ്യതയുണ്ട്. ഒരു ഓഫീസിൽ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണം,
എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെല്ലാം കലികാലത്തിലെ ഈവൻ ബിലോ ശൂദ്രയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതാണ് വളരെ പ്രത്യേകിച്ച് പറയാനുണ്ടോ. ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? കലിസന്ദർഭ ഉപനിഷത്ത് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അത് നാരദർ, ബ്രഹ്മദേവൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കണല്ലേ. എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? അത് ചോദിക്കുമല്ലോ, കലിയുഗം പോയിട്ട് സോറി കലിയുഗം, ഇനി കലിയുഗം വരവായി, ദ്വാപരയുഗം കഴിഞ്ഞപ്പോ ഇനി അശരണർക്ക് എന്താണ് ഒരു വഴി രക്ഷപ്പെടാനുള്ള? അതായത് കലിയുഗത്തിലെ ആൾക്കാരെല്ലാം അത്രയും പതീതമായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മന്ത്രമാണ് നല്ലത്, എന്താണ് ചെല്ലേണ്ടത്, അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ്. അതാണ് കലി സന്തരണ ഉപനിഷത്ത് എന്ന് പറയുന്നത്. കലികാലത്തിന്റെ ആ പ്രഭാവത്തിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഉപനിഷത്താണ് കലിസന്തര ഉപനിഷത്ത്. അപ്പൊ കലികാലത്തിലെ ഈ ഇൻഫ്ലുവൻസ് എന്താണ് പ്രഭാവം? കലഹം, കാപട്യം, ചീറ്റിംഗ്, അല്ലെ? ഇതൊക്കെ തന്നെ വഞ്ചന. പ്രഭുപാദ പറയുന്നുണ്ട്, ചീറ്റേഴ്സ് ആൻഡ് ദ ചീറ്റഡ്. രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളൂ. ഒന്ന് വഞ്ചിക്കുന്ന ആൾക്കാര്, ഒന്ന് വഞ്ചിക്കപ്പെടുന്ന ആൾക്കാര്. ഈ രണ്ട് കാറ്റഗറിയിലും. അപ്പൊ അതിൽ നിന്ന് രാമാനുജാചാര്യരുടെ കാര്യം പറയില്ലേ, പണ്ട് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്ത് ഈ മന്ത്രം ജപിക്കാൻ പറയില്ലേ, അപ്പൊ അത് എല്ലാവർക്കുമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറയില്ലേ. അതപ്പോ സാധാരണക്കാരോട് തന്നെയല്ലേ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത്? അതെ, അത് നമ്മുടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ്? അതായത് ഗുരു പറഞ്ഞത് ഈ മന്ത്രം എല്ലാവരും ഉദ്ധരിക്കാൻ പറ്റിയ മന്ത്രമാണ്. അപ്പോ ആ ഗുരുവിന്റെ ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ സ്വീകരിക്കാതെ രാമാനുജാചാര്യ ചെന്ന് പറഞ്ഞു. ഗുരുവിന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്? രാമാനുജാചാര്യ ആൻസർ എന്താ പറഞ്ഞത്? അതായത് ഈ മന്ത്രം കൊണ്ട് എല്ലാവരും ഉദ്ധരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല. സീക്രട്ടായിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്താണ്. സീക്രട്ട് മന്ത്രമാണത്. രാമാനുജാചാര്യക്ക് മാത്രം പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് അത്. എല്ലാവർക്കും പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട മന്ത്രമല്ല. എന്നിട്ടും അങ്ങനെ ഒരു മന്ത്രം മറ്റുള്ളവർക്ക് ഉപകാരം വരികയാണെങ്കിൽ ഞാൻ എത്ര ജന്മം നരകത്തിൽ പോയിരുന്നാലും കുഴപ്പമില്ല, എല്ലാവരും ഉദ്ധരിക്കപ്പെട്ടെ എന്നുള്ള ആ ഗ്രേറ്റ്നെസ്, ശിഷ്യന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി തരാനുള്ള ഒരു ഗുണപാഠമാണ് അത് മനസ്സിലാക്കേണ്ടത്. അത് സീക്രട്ട് മന്ത്രമാണ്. രാമാനുജാചാര്യർക്ക് മാത്രം കൊടുത്താണത്. അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പൊ ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ പ്രഭു? അതുകൊണ്ട് ആ ഗുരു ശിഷ്യനെ ആലിംഗനം ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്, ഞാൻ അന്ധകാരത്തിൽ പോയാലും ശരി, അതായത് ഞാൻ നരകത്തിൽ പോയാലും ശരി, മറ്റുള്ളവർ ഉദ്ധരിക്കട്ടെ. പക്ഷെ ഇത് സീക്രട്ടായിട്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്ത മന്ത്രമാണ്, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. രാമാനുജാചാര്യരുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി തരാൻ ഉള്ള ഒരു സ്റ്റോറിയാണത്, അല്ലാണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ ഗുരുന്ന് കിട്ടുന്ന മന്ത്രം, ഇപ്പൊ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ സീക്രട്ട് മന്ത്രമാണ്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള മന്ത്രമല്ല. പക്ഷെ ഇന്ന് കാസറ്റിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് ഗുരുന്ന് ശിഷ്യന് കിട്ടേണ്ട ആ മന്ത്രമാണ്. ആ മന്ത്രം നമ്മൾ എന്താണ് ഗുരു ഇൻസ്ട്രക്ഷൻ അത് പ്രകാരം ഉപയോഗിക്കാനല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ചെയ്യേണ്ടത്. അതാണ് വ്യത്യാസം. അപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ കലികാലത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മന്ത്രമാണ് നമ്മളുടെ ഡെലിവറൻസിന്. മറ്റത് വേദിക് മന്ത്രങ്ങളാണ്. വേദിക് മന്ത്രങ്ങൾ ചൊല്ലാൻ ദേശകാലപാത്രം നോക്കണം. അപ്പൊ ഈ വ്യത്യാസം അത്. പിന്നെ അതല്ല, ഇവിടെ ഇദ്ദേഹം ശ്രീ വൈഷ്ണവനാണ്. ശ്രീ വൈഷ്ണവന്മാര്, പിന്നെ അദ്ദേഹം ആചാര്യനാണ്. നമ്മളിപ്പോഴല്ല, ആചാര്യനാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ടീച്ചേഴ്സ് ബൈ എക്സാമ്പിൾ. ആചാർ പ്രചാർ, ആചരിക്കുന്നു പ്രചരിപ്പിക്കുന്നു. ചില ആൾക്കാർ ആചരിക്കുന്നു പ്രചരിപ്പിക്കുന്നില്ല, ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നു ആചരിക്കുന്നില്ല. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആചാര്യന്മാര്. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ, സനാതന ഗോസ്വാമി പറയുന്നുണ്ട്. അതായത് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം പറയുന്നത്, സനാതന ഗോസ്വാമി പറയുന്നത്, ചില ആൾക്കാരെ പ്രചരിപ്പിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, ആചരിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയല്ല, ആചരിക്കുന്നു അതേപോലെ പ്രചാരണം ചെയ്യുന്നു. അതാണ് വ്യത്യാസം. പർപ്പോട്ട് വായിക്കാം. No matter how expert a swimmer one may be, one cannot survive for long in a vast sea like the Pacific Ocean. ഇതോടെ ഉദാഹരണം പറയുന്നത്, നമ്മൾ എത്ര വലിയ എക്സ്പേർട്ട് സ്വിമ്മർ ആയാലും ശരി, നമുക്കൊരു സാഗരം, ഒരു സമുദ്രം നീന്തി കടക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? ഒരു ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇത് നമുക്ക് എത്ര വലിയ എക്സ്പേർട്ട് സ്വിമ്മർ ആയാലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. Similarly, no matter how expert a materialist one may be, whether a karmi, jnani or yogi,
one cannot survive forever amidst the tossing waves of samsara. അപ്പൊ അതേപോലെ നമ്മള് കർമ്മി ആയിക്കോട്ടെ, ജ്ഞാനി ആയിക്കോട്ടെ, യോഗി ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും ഈ തിരമാലകളുള്ള ഈ സംസാര സാഗരത്തെ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. Indeed, all living entities are being tossed repeatedly from one life to the next, from one species to the another. Okay? എല്ലാവരും ഒരു ജന്മമെടുത്ത് വേറെ ജന്മത്തിലേക്ക് പോകുന്നു, കൂടുവിട്ട് കൂടുമാറുന്നു അല്ലെ. അതേപോലെ നമ്മൾ ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട്, നെവർ എൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. So many philosophers have sought relief from samsara by cultivating knowledge, but no amount of material speculation or Vedanta study will take one to the other shore of the ocean of samsara. അപ്പൊ ഈ മെറ്റീരിയൽ എക്സിസ്റ്റന്റ്, ഈ ഭൗതിക സാഗരം എത്ര തന്നെ ജ്ഞാനികൾ, എത്ര ജ്ഞാനമുള്ള ആൾക്കാർക്കും നീന്തി കടക്കാൻ പറ്റില്ല. ജ്ഞാനി ആയിക്കോട്ടെ, കർമ്മി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ യോഗി ആയിക്കോട്ടെ, സംസാരം സാഗരം നീന്തി കടക്കാൻ പറ്റില്ല. At best, a jnani can come to know that all material life is suffering, and by further purification, he can understand the spiritual oneness of all beings. അപ്പൊ ജ്ഞാനി മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ഭൗതിക ജീവിതം എപ്പോഴും സഫറിങ് ആണ്, ദുഃഖകരമാണ്. ഓക്കെ, ആൻഡ് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റും, വൺനെസ് ഓഫ് ഓൾ ബീങ്സ്. ബട്ട് ഈവൻ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഡസ് നോട്ട് ബ്രിങ് അൾട്ടിമേറ്റ് റിലീഫ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, കൃഷ്ണഭക്ത നിഷ്കാമ അതയേവ ശാന്ത ഭുക്തി മുക്തി സിദ്ധികാമി സകലി അശാന്ത. കൃഷ്ണഭക്ത നിഷ്കാമ, കൃഷ്ണഭക്തന്മാർ മാത്രമേ നിഷ്കാമുള്ളൂ, അതായത് യാതൊരു ഭൗതിക തലത്തിലുള്ള ആഗ്രഹമില്ലാത്ത അവര് അതയേവ ശാന്ത, എപ്പോഴും ശാന്തി ഉണ്ടായിരിക്കും, അവർക്ക് യാതൊരു ആങ്സൈറ്റി ഉണ്ടായിരിക്കില്ല. ഭുക്തി മുക്തി സിദ്ധി കാമി സകല അശാന്തി. അതിന് ഭുക്തി എന്ന് പറഞ്ഞാൽ കർമ്മികള്, മെറ്റീരിയൽ എൻജോയ്മെന്റ്, ഭൗതിക സുഖം തേടുന്ന ആൾക്കാര്. മുക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനികള്, മുക്തിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അതും ഒരു ഭൗതിക ആഗ്രഹമാണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ മിസ്റ്റിക് പവർ, യോഗസിദ്ധികള്, അവര് സകല അശാന്തി, അവരെ എല്ലാ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവർക്ക് എപ്പോഴും അശാന്തി അവരെ പിന്നിട്ടുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എത്ര വലിയ ജ്ഞാനിയാലും ശരി, എത്ര വലിയ കർമ്മിയാലും ശരി, എത്ര വലിയ യോഗിയാലും ശരി, സംസാര സാഗരം മുഴുവനെ അത് കയറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഈവൻ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഡസ് നോട്ട് ബ്രിങ് അൾട്ടിമേറ്റ് റിലീഫ്. ലിബറേഷൻ ഫ്രം ദ ഓഷ്യൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് കംസ് വിത്ത് ഡയറക്റ്റ് സറണ്ടർ ടു ദ സുപ്രീം ലോർഡ്. അപ്പോൾ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ബിഗിൻസ് ഫ്രം ലിബറേഷൻ. നമ്മളെ ആക്ച്വൽ ഭക്തിയുത സേവനം, ഭഗവാന്റെ സേവനം തുടങ്ങുന്നത് മുക്തിക്ക് ശേഷമാണ്, ലിബറേഷന് ശേഷമാണ്. അതാണ് ഇവിടെ പറയുന്നത്, ലിബറേഷൻ ഫ്രം ദ ഓഷ്യൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് കംസ് വിത്ത് ഡയറക്റ്റ് സറണ്ടർ ടു സുപ്രീം ലോർഡ് ഹു പേഴ്സണലി ഫ്രീസ് ദ ഡിവോട്ടീസ് ഫ്രം സഫറിംഗ്. ആസ് ലോർഡ് കൃഷ്ണ സ്റ്റേറ്റ്സ്, ഫോർ ദ ഡിവോട്ടീസ് ഐ എം ദ സ്വിഫ്റ്റ് ഡെലിവറർ ഫ്രം ദ ഓഷ്യൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ചോളം ഭഗവാൻ കൃഷ്ണൻ അവരെ സഹായിക്കുമെന്നതിന് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട്. ഭഗവത്ഗീത 12.7 എന്താണ് നോക്കാം. കാണുന്നില്ല, എന്തായാലും 12.7 ഓർക്കുന്നുണ്ടാവും, കിട്ടുന്നില്ലല്ലോ. നോക്കൂ എന്താണെന്ന്, ഏതാ ശ്ലോകം? പ്രഭു 12.7. തേശമഹം സമുദ്ധാർത്ഥ മൃത്യു സംസാര സാഗര ഭവാമി ചിരാപാർത്ഥ. എന്താണ് ട്രാൻസ്ലേഷൻ വായിക്കൂ. ഞാനത് ശ്ലോകമായിട്ടുള്ളത് പ്രഭു, എന്താണ് ശ്ലോകമായിട്ടുള്ള ബുക്കിൽ നിന്ന് ഇപ്പൊ വായിച്ചത്, ഞാൻ ട്രാൻസ്ലേഷനുള്ള ബുക്കിനല്ല. എടുക്കണോ പ്രഭു? ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ നോക്കാം. 12.7 ഉണ്ട്, ഞാൻ പറയാം. 12.7
Okay. അല്ലേ പ്രഭു? അത് 2 ശ്ലോകമായിട്ട് പ്രഭു. അതെ. But those who worship me, giving all their activities unto me and being devoted to me without deviation, engaged in devotional service and always meditating upon me, having fixed their minds upon me, for them I am the swift deliverer from the ocean of birth and death. ഓക്കെ, അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, ബട്ട് ദോസ് ഹു വർഷിപ്പ് മീ ഗിവിംഗ് ഓൾ ദർ ആക്ടിവിറ്റീസ് അൺ ടു മീ ആൻഡ് ബീങ് ഡിവോട്ടഡ് ടു മീ വിതൗട്ട് ഡീവിയേഷൻ. ഓക്കെ, those who worship me, giving up all their activities unto me and being devoted to me without deviation, engaged in devotional service. What a service in that devotional service, and always meditating upon me, having fixed their minds upon me. O son of Pritha, for them I am the swift deliverer from the ocean of birth and death. Thank you. സകല കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനെ തന്നെ പരമാശ്രയമായിട്ട് കരുതിയിട്ട് ഏകാന്ത ഭക്തിയോടെ ആരാണോ ഉപാസിക്കുന്നത് അവരെ ആ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറും. King Kulashekara recommends the constant chanting of God's name as the way out of samsara. Okay. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളുടെ ഏറ്റവും നല്ല യജ്ഞം എന്താണ്? ജപയജ്ഞം. അപ്പോ ഭഗവാന്റെ നാമത്തിന് മാത്രമേ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുള്ളൂ. ഈ ആങ്സൈറ്റീസ്, ഈ മിസറീസ് നമുക്ക് കരകയറുന്നുണ്ടെങ്കിൽ സംസാര ദാവാനലിര രോഗ പ്രണയ കാരുണ്യ ഗണഗണത്വം പ്രാപ്തസ്യ കല്യാണ വന്ദേ ഗുരുശ്രീ ചരണാരവിന്ദം. Of course, only one who has spontaneous love of God can continuously chant his holy names. നമുക്ക് spontaneous love ഉണ്ടോ? നമ്മളുടെ എന്ത് തരത്തിലുള്ള ഭക്തിയാണ്? വൈദ്യ സാധന ഭക്തി അല്ലേ? വൈദ്യ സാധന ഭക്തിയാണ്. നമ്മളെ റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ് ആണ്. റെഗുലേറ്റഡ്. നമ്മൾ സ്പോണ്ടേനിയസ് ലവ് ഓഫ് ഗോഡിൽ എത്തിയില്ല. അത് രാഗാനുഗ ഭക്തി. അപ്പോൾ റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ നമ്മൾ രാഗാനുഗ ഭക്തിയിൽ പോകും. രാഗാനുഗ ഭക്തിയുടെ പൂർണ്ണതയിൽ എത്തുമ്പോൾ രാഗാത്മിക ഭക്തി ആയിട്ട് തീരും. അത് കണ്ടിന്യൂസ്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ 24 മണിക്കൂറും ഏത് സമയത്തും ഭഗവാനെ സ്മരിക്കാൻ പറ്റൂ. നമ്മൾ ഫിക്സ് ടൈം രാവിലെ 5 to 7, 7 to 9, 9 to 11, അല്ലെങ്കിൽ വൈകുന്നേരം ആ ഫിക്സ്. അപ്പോൾ മാത്രമല്ല, ബാക്കിയൊക്കെ നമ്മുടെ തലയിൽ എന്താണ്? എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ കൂടുതൽ നമ്മുടെ വീട്ടിൽ സജ്ജീകരിക്കാം, നമ്മുടെ മക്കളെ എങ്ങനെ നല്ല യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മക്കൾക്ക് നല്ല ജോലി എങ്ങനെ കിട്ടും, നല്ല വധു അല്ലെങ്കിൽ വരനെ എങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ ചിന്തയിൽ എപ്പോഴും അല്ലേ? ഭൗതിക തലത്തിലുള്ള ആഗ്രഹം. അല്ലാണ്ട് ഭഗവാനെ ഓർക്കുന്നില്ല. നമ്മൾ ഈ സമയത്ത് നമ്മൾ ഭഗവാനെ ഓർക്കുന്നു, ആ സമയത്തും ശരിക്കും ഓർക്കുന്നില്ല. ചില സമയത്ത് മൈൻഡൊക്കെ അവിടെ ഇവിടെയും പോകും. പക്ഷെ രാഗാനുഗ ഭക്തിയുള്ള ആൾക്കാരെന്താ? അവർ മെറ്റീരിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും ഭഗവാൻ ഓർക്കുന്നു. അവർക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഭഗവാന്റെ ജപം ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ ആക്ടിവിറ്റി ഓർക്കും. നമ്മൾ ഉൾട്ടയാണ്. നമ്മുടെ മനസ്സ് അപ്പോഴും അവിടെ എന്തായി, ഓഫീസിൽ എന്തായിരിക്കും, മക്കൾ എന്ത് ചെയ്യുന്നതായിരിക്കും, മക്കളുടെ എന്താ പറയുക, ടിഫിൻ കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. അവിടെ നമ്മളെന്താ ചെയ്യുന്നത്? ചാൻഡിങ്. ഭഗവാന്റെ നാമം ചൊല്ലാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യാണ്. എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം, എന്ത് പ്രസാദം ഉണ്ടാക്കണം. ഇത് നമ്മൾ ആ സമയത്താണ് നമ്മുടെ പ്ലാനിങ് മുഴുവനെ. നേരെ മറിച്ച് ഗോപികമാര് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃഷ്ണനെ എപ്പോഴും കാണും. കൃഷ്ണൻ എങ്ങനെ പോയിട്ടുണ്ടാവും, എന്ത് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കും, എന്തായിരിക്കും ഇപ്പൊ ചെയ്യുന്നത്, അങ്ങനെ അതിനെ പറ്റിയിട്ടാണ് അവർ ചിന്തിക്കുക. അപ്പൊ 24 മണിക്കൂറും എന്താണ്? അവര് കൃഷ്ണാവബോധത്തിലാണ്. നമ്മളെന്താണ്? 24 മണിക്കൂറും ശാരീരിക അവബോധത്തിലാണ്, ഈവൻ ചാൻറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് പൂർണ്ണതയിൽ എത്തുമ്പോൾ നമ്മൾ ആ രാഗാനുഗ ഭക്തിയിൽ വരും. സോ മെക്കാനിക്കൽ ചാൻറ്റിങ് കനോട്ട് കണ്ടിന്യൂ ഫോർ എ വെരി ലോങ്. For even neophytes are advised to chant Hare Krishna as much as possible to develop their taste for the holy names.
അപ്പോൾ മെക്കാനിക്കൽ ചാൻഡിങ് കുറേ കാലം നടന്നാൽ അത് ഒരു ഇമ്പ്രൂവ്മെന്റ് വരണം. ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്താണ് വിഷയം പറഞ്ഞാൽ വിഷം നമ്മളെ ഒരു പ്രാവശ്യം കൊല്ലുള്ളൂ. വിഷയം നമ്മളെ എപ്പോഴും കൊന്നുകൊണ്ടിരിക്കും. എന്താണത്? ഓരോ ആൽഫബറ്റിന്റെ വ്യത്യാസമുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ. കണ്ണിന് എന്താണ് വേണ്ടത്? കണ്ണിന് എപ്പോഴും ബ്യൂട്ടിഫുൾ ഫോംസ് കണ്ടുകൊണ്ടിരിക്കണം. ചെവിക്ക് എന്താണ്? നല്ല മധുരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. നാവിന് എന്താണ്? നല്ല ടേസ്റ്റി ഫുഡ്, അല്ലേ? അതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ, സെൻസ് ഒബ്ജക്ട്സ്. വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പോയ്സൺ. ഒരു പ്രാവശ്യം നമ്മൾ പോയ്സൺ കഴിച്ചാൽ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പക്ഷെ വിഷയം അങ്ങനല്ല, സെൻസ് ഒബ്ജക്ട്സ് അല്ല. ഓരോ സമയത്തും നമ്മൾ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് വ്യത്യാസം. Neophytes advise to chant Hare Krishna as much as possible to develop the taste for the holy names. A symptom of an advanced devotee is that he has namagane sadaruchi. നാമഗാനെ, അതായത് നാമത്തിലും ആ ഭഗവാന്റെ സ്തുതിയിലും എപ്പോഴും രുചി ഉണ്ടായിരിക്കും. നാമരുചി, ജീവദയ, വൈഷ്ണവ സേവ, ഈ 3 കാര്യങ്ങളും നമ്മൾ എക്സ്പേർട്ട് ആയാൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് കയറാൻ പറ്റും. നാമരുചി, ജീവദയ, വൈഷ്ണവ സേവ. എന്താണ് അതിന്റെ നാമരുചി? നാമത്തിന് രുചി, ഭഗവാന്റെ നാമത്തില് രുചി ഉണ്ടായിരിക്കണം. ഓക്കെ. ജീവദയ, മറ്റുള്ളവർക്ക് ഒരു കമ്പേഷൻ. വൈഷ്ണവരെ കിട്ടി പ്രഭു, സേവിക്കാൻ വൈഷ്ണവരെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യും? വൈഷ്ണവരില്ലാത്ത ദേശത്താണ് ജീവിക്കണമെങ്കിൽ എന്താ ചെയ്യുക? വൈഷ്ണവ സേവ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സേവ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ സേവ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരുപാട് വാണി സേവയുണ്ട്. വപ്പു സേവ, വാണി സേവ. ഇപ്പൊ വപ്പു സേവ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സേവ, വാണി സേവ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ഗുരു മഹാരാജ് അല്ലെങ്കിൽ സീനിയർ വൈഷ്ണവാസ് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നതാണ് വാണി സേവ. അപ്പൊ അതും വൈഷ്ണവ സേവ തന്നെ. ഇപ്പൊ വൈഷ്ണവ സേവ 2 തരത്തിലുണ്ട്, വപ്പു ആൻഡ് വാണി. വപ്പു ഫിസിക്കൽ സേവ, വാണി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്ന അത് പ്രകാരം നമ്മൾ ജീവിക്കുക പറഞ്ഞാൽ പ്രഭുപാദ അനുസരിക്കുന്നു, പ്രഭുപാദ നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പൊ നമ്മൾ പ്രഭുപാദ സേവിക്കുകയാണ്. പ്രഭുപാദ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രഭുപാദ സേവിക്കുകയാണ്. ഗുരു മഹാരാജ് പറയുന്നത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗുരു മഹാരാജിനെ സേവിക്കണം. അതാണ് വൈഷ്ണവ സേവ. അപ്പോ എന്താണ്? നാമരുചി, ജീവദയ, വൈഷ്ണവ സേവ. ഇതും 3 നമ്മൾ ശരിക്കും നടത്തിയാൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. സോ നാമഗാനെ സദാരുചി, ടയർലെസ് അട്രാക്ഷൻ ഫോർ ചാൻഡിങ് ഓർ സിംഗിങ് ദ ലോർഡ്സ് നെയിം. ടയർലെസ്. നമുക്ക് എന്നാൽ 16 മാല ഇങ്ങോട്ട് ചൊല്ലി കഴിഞ്ഞാൽ സമാധാനായി, ആ മാല അവിടെ വെച്ചു. എന്റെ കാര്യം പറഞ്ഞോ. അത് കഴിഞ്ഞാൽ ഓക്കെ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു, നല്ല ആ ഒരു സമാധാനം. നേരെ മറിച്ച് ഒരു ശുദ്ധഭക്തൻ എന്താ? 16 കഴിഞ്ഞാൽ 17 ചൊല്ലണം, 17 കഴിഞ്ഞാൽ 18, 18 കഴിഞ്ഞാൽ 19, അങ്ങനെ നെവർ എൻഡിങ് ആയിരിക്കും അത്. ഹരിദാസ് ഠാക്കൂർ, അതേപോലെ സനാതന ഗോസ്വാമി, ഇവരൊക്കെ വയസ്സായ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനോട് പറയുന്നു, ഹരിദാസ് വളരെ ക്ഷീണിച്ചിട്ടാണോ കാണുന്നത്, എന്താണ് സംഗതി? എൻ്റെ ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, എൻ്റെ മനസ്സിനാണ് പ്രശ്നം. എനിക്ക് പണ്ടത്തെ പോലെ അതായത് നാമജപം ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കോട്ട ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. 192 റൗണ്ടാണ് ചൊല്ലിയിരുന്നത് 22 മണിക്കൂർ. ഓക്കെ, അത് എനിക്ക് വയസ്സായതുകൊണ്ട് ചൊല്ലാൻ പറ്റുന്നില്ല. ആക്ച്വലി ദേഹം ക്ഷീണിച്ചുകൊണ്ടാണ്, മനസ്സ് അതേപോലെ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇന്ന് 24 മണിക്കൂറും അങ്ങ് കൃഷ്ണ കോൺഷ്യസ്നസ്സിലാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. നീ 192 റൗണ്ട് ചെല്ലിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ അങ്ങ് എപ്പോഴും 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിലാണ്. ഈവൻ അങ്ങനെയുള്ള സ്ഥിതിയിലും സമയത്തും എന്താണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ ആ പ്രിസ്ക്രൈബ് റൗണ്ട്സ് എനിക്ക് മുഴുവൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഹെൽത്തിന്റെ ഡിറ്റീരിയേഷൻ, ഏജ് കാരണമാണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ബർണാവിൽ പോയ സമയത്ത്
ഒരു ഒരു സാധുവിനെ കണ്ടു പരിക്രമം ചെയ്യുന്ന സമയത്ത്. എനിക്ക് കുറച്ച് ആക്സിഡന്റ് പറ്റിയിട്ട് കാലൊന്നും ഇതുണ്ട്, അതിന് നടക്കുകയല്ല ചെയ്യുന്നത്, ഓടുകയാണ് ചെയ്യുന്നത്. കാലൊന്നും മുടന്നിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുണ്ട് ഡിവോട്ടീസിന്റെ കൂടെ ഒരു മാതാജി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ മാതാജി പറയുന്നത് 35 കൊല്ലമായിട്ട് എവറി ഡേ ഹി ഡസ് പരിക്രമ. എവറി ഡേ. ആലോചിച്ച് നോക്കൂ. ദിസ് ഈസ് ഡിറ്റർമിനേഷൻ. ഒരു ദിവസം അയ്യോ ഞാൻ ഇന്ന് ലീവ് എടുക്കാം, എനിക്ക് വേണ്ട. അതാണ് രുചി, ഭഗവാനുള്ള രുചി. നമ്മളെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളത് ഒഴിവാക്കാൻ നോക്കും. ഭഗവാന്റെ സേവ എന്തൊരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്. ആലോചിച്ച് 35 കൊല്ലമായിട്ട് അദ്ദേഹം അതായത് ഒരു പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയിട്ട് കാല് കുറച്ച് മുറന്നിട്ട്, എന്നാലും അദ്ദേഹം ഓടുകയാണ് ചെയ്യുന്നത്. ഡെയിലി ഒരു അദ്ദേഹത്തിന് വേറെ റെസ്പോൺസിബിലിറ്റികൾ ഒന്നും ഉണ്ടാവില്ല പ്രഭു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വിട്ടിട്ട് നിൽക്കാൻ പറ്റുമോ? ഭഗവാൻ എന്താ പറഞ്ഞ അർജുനനോട്? റെസ്പോൺസിബിലിറ്റി ചെയ്യാനുള്ളത് ചെയ്തിട്ട്. റെസ്പോൺസിബിലിറ്റി ആർക്കാ കൊടുക്കുക? ഇതിന് മുടന്ത ന്യായങ്ങൾ പറയുന്ന ആൾക്കാർക്ക്. അതായത് നമുക്ക് ഭഗവാൻ കണ്ടീസീവ് അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ടാക്കി തരാം. നമ്മൾ സമർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ കണ്ടീസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതിനുള്ള സമയം അതിനുള്ള വ്യവസ്ഥയും ഭഗവാൻ ഉണ്ടാക്കി തരുന്നു. കഴിഞ്ഞ കഥ പറയാം ഞാൻ. എനിക്ക് മാതാജിക്ക് അറിയാം. അർജുനനും ഭഗവാൻ കൃഷ്ണനും ഒരു സേട്ടിന്റെ അടുത്ത് പോയി. ബ്രാഹ്മണന്റെ വേഷത്തിൽ അല്ലേ? ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്നപ്പോൾ എന്തോ വെള്ളം കുടിക്കാൻ ചോദിച്ചു. നിങ്ങൾ ഈ ഭിക്ഷക്കാർ വന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും വെള്ളം തരാൻ, എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സേട്ട് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പിച്ചു. അപ്പോ ഭഗവാൻ അദ്ദേഹത്തിന് ആശീർവദിച്ചു, നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം വരട്ടെ. അപ്പൊ അർജുനൻ ചോദിച്ചു, അതെന്തായി? നമുക്ക് വെള്ളം ചോദിച്ചു തരാത്ത ആളെ വീണ്ടും ഐശ്വര്യം, എന്നാലേ കൂടുതൽ ഈ ലോകത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ജന്മം വൃദ്ധി കൂടെ കടന്നു പോയി. അതേസമയം അടുത്ത വീട്ടിൽ പോയി ഒരു പാവം സ്ത്രീ, അവർക്ക് യാതൊരു ഇതുമില്ല, ഒരു സ്വത്തുമില്ല, ആകെ ഉള്ളത് ഒരു പശു. അമ്മേ ഞങ്ങൾക്ക് വെള്ളം ദാഹിച്ചിട്ട് വയ്യ, എന്തെങ്കിലും കുടിക്കാൻ തന്നെ. പാല് കറന്നു, രണ്ടുപേർക്കും പാല് കൊടുത്തു. വളരെ സന്തോഷത്തോടെ അവരെ സൽക്കരിച്ചു വിട്ടു. അപ്പോൾ അവര് രണ്ടുപേരും സന്തോഷത്തോടെ വിട്ടു പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് അമ്മയുടെ നിലവിളി കേൾക്കുന്നു. അപ്പൊ ചോദിച്ചു, അർജുനൻ എന്താണ് പറ്റി? എന്ത് പറ്റി അമ്മയ്ക്ക് പറ്റി? ഇപ്പൊ നമ്മൾ പാല് കുടിച്ചു കൊണ്ടു. അപ്പൊ ഒന്നും പറ്റിയില്ല, ആ പശു മരിച്ചു. ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത് ആ പശുവാണ്. ആ പശു മരിച്ചു, ഇനി ആരെ ആശ്രയിച്ച് ജീവിക്കും? അപ്പൊ അർജുനൻ ചോദിച്ചത് മഹാകടുപ്പായാലോ. ആകെ ഒരു ആശ ഉണ്ടായിരുന്ന ആ പശുവിനെയും അങ്ങ് എടുത്തല്ലോ, ജീവൻ എടുത്തല്ലോ. ഇവിടെ അദ്ദേഹത്തിന് ഓപ്പുലൻസ്, ഇനിയും ഐശ്വര്യം വരട്ടെ പറഞ്ഞിട്ട് ഓപ്പുലൻസ് കൊടുത്തു. ഇവിടെ നമുക്ക് തന്നത് അത്രയും നല്ലൊരു സ്ത്രീയുടെ ആകെ ഒരു ആശ ഉണ്ടായിരുന്ന പശുവിനെയും അപഹരിച്ചു. അങ്ങ് പറഞ്ഞു, അർജുനന് കാണിച്ചു കൊടുത്തു അവരുടെ ഗതി എവിടെയാണെന്ന്. അവര് സ്പിരിച്വൽ വേൾഡിൽ എത്തിയിരിക്കുന്നു. ആരെ? ഒരേ ഒരു ബാധ്യത, അല്ലെങ്കിൽ ഒരേ ഒരു കടമ്പ, അല്ലെങ്കിൽ ഒരേ ഒരു വിഘ്നം ഈ മാതാജിക്ക് ഉണ്ടായിരുന്നു, ഈ പശു ആയിരുന്നു. അപ്പൊ അതും കൂടി പോയപ്പോ മാതാജി എവിടെ എത്തി? ഗോലഗുണതാണ് എത്തിയത്. അപ്പോ അർജുനന് കാണിച്ചു കൊടുത്തു മാതാജി എവിടെ എന്താണ് ചെയ്യുന്നത്. അപ്പൊ അർജുനന് മനസ്സിലായി. അപ്പൊ അതേപോലെ നമ്മൾക്ക് ആ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിഘ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എങ്കിൽ വിഘ്നങ്ങൾ കൂട്ടി വരും. അതായത് നമ്മൾക്ക് തോന്നും അത് മെറ്റീരിയൽ ഓപ്പുലൻസ് കൂട്ടാണ്. ആ മെറ്റീരിയൽ ഓപ്പുലൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിഘ്നങ്ങൾ കൂട്ടുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ചില ആൾക്കാർ ജോലി മാറുമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ശമ്പളം, ഞാൻ എന്താ നോക്കുക? എനിക്ക് നല്ല ശമ്പളം, ഒരു 50,000 രൂപ കൂട്ടി കിട്ടിയാൽ ഞാൻ എവിടെ പോകും? ആ ജോലി മാറും. അപ്പൊ ഇത് മെറ്റീരിയൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഒരു ഡിവോട്ടി എന്താ ചെയ്യുക? എനിക്ക് 50,000 രൂപ കൂട്ടി കിട്ടാം, കുഴപ്പമില്ല, ഞാൻ പോവാം. പക്ഷേ എനിക്ക് അവിടെ അസോസിയേഷൻ, സത്സംഗിന്, ഭക്തിയുത സേവനത്തിന് അവിടെ എന്താണ് സിറ്റുവേഷൻ? അവിടെ എനിക്ക് പറ്റുമോ ഇല്ലേ? അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 50,000 കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിൽക്കും. കാരണം എനിക്കിവിടെ അസോസിയേഷൻ കിട്ടുന്നുണ്ട്, ഭക്തിയുത സേവനത്തിനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. ബാക്കി മെറ്റീരിയലി ഓറിയന്റഡ് ആൾക്കാരാണ് എന്താ വിചാരിക്കാം, കുഴപ്പമില്ല, അത് പിന്നെ ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാൻ അങ്ങനെ എനിക്ക് ഇതാണ് നല്ലത് പറഞ്ഞിട്ട് അവിടെ പോവും. അപ്പോൾ ഉള്ള സത്സംഗം പോവും. അപ്പൊ എന്താണ് ഒരു ഡിവോട്ടി നോക്കേണ്ടത്? അങ്ങനെ ഒരു തീവ്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ജോലിയും കിട്ടും,
അതേസമയം സത്സംഗത്തിന്റെ അതായത് ഭക്തിയുത സേവനം കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ വിഘ്നങ്ങളെ അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, ഫ്രണ്ട്സ്, ഇതൊക്കെ കുറച്ച് കാലേ ഉള്ളൂ. നമ്മളുടെ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ പട്ടികൾക്ക് സമാനമായിരിക്കും. ആരും വേണ്ട, അവരെ മക്കളെല്ലാം അവരുടെ ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേർഡനാണ് അവർക്ക്. മക്കൾക്ക് നമ്മൾ ബേർഡനായിട്ട് തീരും അല്ലേ? അപ്പൊ നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളുടെ വീട്ടിലും അമ്മ അവിടെ പോയിരിക്കൂ, അമ്മ ഇവിടെ പോയിരിക്കൂ, അമ്മ മറ്റേ സ്ഥലത്ത് പോയിരിക്കൂ, അല്ലെങ്കിൽ അച്ഛൻ അവിടെ പോയിരിക്കൂ, അച്ഛൻ ഇവിടെ പോയിരിക്കൂ, ആർക്കും നോക്കണ്ട, എസ്പെഷ്യലി ഇൻവാലിഡ് ആയ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ റെസ്പോൺസിബിലിറ്റി, യെസ് റെസ്പോൺസിബിലിറ്റി എടുക്കണം, ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് വെക്കണം. അതിനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 25 വർഷം നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ സൂചിച്ചോളൂ ഭൗതിക സുഖം കൊണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ വിരമിക്കേണ്ട ഒരു സമയം കൂടി. ഈവൻ ഗാന്ധിജി പറയുന്ന അറ്റ് സം പോയിന്റ് ഓഫ് ടൈം യു ഹാവ് ടു ടേക്ക് അപ്പ് സ്പിരിച്വൽ സർവീസ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഇത് നമ്മള് ഈ സമയത്ത് വനത്തിൽ പോകാൻ പറ്റിയെങ്കിലും നമ്മൾ വീട്ടിലിരുന്നെങ്കിലും ഇത് ആചരിച്ച് നമ്മൾ ഈ ഗ്രഹപരാണത്തിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മളുടെ അതായിട്ടുള്ള നമ്മളും ഭഗവാനായിട്ടുള്ള ആ ബന്ധം കുറച്ചുകൂടി തീവ്രമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ മരിക്കുന്ന സമയം വരെ നമ്മൾ ഇതാണ് പറയുന്നത്, ഈ സംസാര സാഗരത്തില് കടന്ന് ഉലയും അല്ലെ? സമുദ്രത്തിന്റെ ഉപരിതലത്തില് ഒരുപാട് വേവ്സ് ഉണ്ട്, പക്ഷെ അതിൽ ആഴത്തിൽ ചെല്ലുമ്പോൾ ശാന്തമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഉപരിതലത്തിൽ കിടന്നിട്ട് സ്വിം ചെയ്യാൻ പാടില്ല, നമ്മൾ ആഴത്തിൽ പോകണം. അപ്പോഴാണ് മുത്തും കാര്യങ്ങൾ കിട്ടും, ശാന്തത ഉണ്ടായിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഡിവോഷൻ സർവീസിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ സംസാര സാഗരത്തിന്റെ ജന്മമൃത്യു ജരാവ്യാധിയിൽ കടന്ന് അത് പ്രഭു 2 ആഴ്ച മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് എന്താ പറയാ, കുറെ നാമം ജപിക്കുകയും സേവ ചെയ്തതിന്റെ ഒരു ഫലം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ രാത്രിയില് മോന്റെ ഫോൺ വന്ന്, അപ്പൊ മോനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അന്ന് ഇവിടെ ക്ലീനിങ് വർക്ക് കുറെ ചെയ്തായിരുന്നു. അപ്പൊ ടയേർഡായപ്പോ ഞാനിങ്ങനെ കിടന്ന് സംസാരിച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി ഫാനിന്റെ സൈഡിലോട്ട് തല വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി 5 മിനിറ്റ് ആയില്ല, അതിനു മുമ്പ് ആ ഫാൻ താഴെ വീണു. 5 മിനിറ്റിന്റെ ഗ്യാപ്പ്, ആ 5 മിനിറ്റും കൂടി ഞാൻ അവിടെ സംസാരിച്ചിരുന്നെങ്കിൽ അതെന്റെ പുറത്ത് വീണേനെ. എന്തായാലും നമ്മള് കാര്യമൊക്കെ ശരി, നമ്മൾ ചാൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ യാതൊരു ഇതും പ്രതീക്ഷിച്ചാവരുത്. നമ്മളുടെ ചാൻഡിങ് ഔട്ട് ഓഫ് ലവ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ഡിസയർ, ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ലവ്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഔട്ട് ഓഫ് ലവ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ ഔട്ട് ഓഫ് ഫിയർ ആയിരിക്കും, ഔട്ട് ഓഫ് ഡിസയർ ആയിരിക്കും, ഔട്ട് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും. പക്ഷേ ഏറ്റവും മുകളിലെ തട്ടിലുള്ള ആ ജപം അല്ലെങ്കിൽ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് ലവ്. അപ്പൊ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾക്ക് ആ തലത്തിലേക്ക് ഉയരണം. നമ്മളൊന്നും പ്രതീക്ഷിച്ചായിരിക്കരുത്. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നോ പ്രോബ്ലം, പ്രതീക്ഷിച്ച് അങ്ങനെ നമ്മൾ പറയും അയ്യോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ചാൻഡ് ചെയ്താൽ മതി, എന്താണ് അവരൊന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പക്ഷെ ചാൻഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണോ? അല്ല, അതിന് വേണ്ടിയിട്ടല്ലെങ്കിലും നമ്മള് വിചാരിച്ചു പോയില്ലേ പ്രഭു, ഇത്രയും വലിയ ഡേഞ്ചർ ഉണ്ടാവും. ഭഗവാൻ തരും. പക്ഷെ അത് നമ്മളതിൽ വീഴാൻ പാടില്ല. അതല്ല, സാധാരണ മോൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് ഞാൻ കട്ട് ചെയ്യില്ല, അവനാണ് ഓക്കെ ശരി അമ്മ എന്ന് പറഞ്ഞ് വെക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ശരി മോനെ എനിക്ക് ഇത്തിരി വർക്കൊക്കെ ഉണ്ടടാ, ശരി പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് ഞാൻ തന്നെ കട്ട് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങി 5 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും ഒരു വലിയ സൗണ്ട് കേട്ടു. സൗണ്ട് എവിടെ നിന്നാണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ശരിക്കും പേടിച്ചു പോയി, ഭയങ്കര സൗണ്ടാണ് കേട്ടത്. അപ്പൊ ഈ ഫാൻ ഓഫ് ആക്കാതെയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതേ. ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അത് വീണ്. പ്രഭു അത് ഞാൻ അവിടെയാണ് കിടന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അത് പിന്നെ 2-3 ദിവസം എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. 2-3 ദിവസം എനിക്ക് ഭഗവാന്റെ കൃപയാണ്, ഭഗവാന്റെ പ്ലാൻ ഉണ്ട്. ഭഗവാൻ ആരെങ്കിലും കൊല്ലാൻ വിചാരിച്ചാൽ ആർക്കും നടക്കാൻ പറ്റില്ല. ഭഗവാൻ ആരെങ്കിലും
രക്ഷിക്കാൻ വിചാരിച്ചാൽ ആർക്കും തടുക്കാനും പറ്റില്ല, ആർക്കും കൊല്ലാനും പറ്റില്ല. അതേ ഉള്ളൂ. സോ നമ്മളുടെ സുഹൃതി അനുസരിച്ച്, നമ്മളുടെ കർമ്മബലം അനുസരിച്ചിട്ട് എല്ലാം ഭഗവാൻ, അതെല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ നടക്കും. അത്രേ ഉള്ളൂ. എനിവേ ഇവിടെ പറയുന്നത് എവിടെ എത്തി നമ്മള്? Yeah, but even neophytes are advised to chant Hare Krishna as much as possible to develop their taste for the holy names. A symptom of an advanced devotee is that he has namagane sada ruchi, tireless attraction for chanting or singing the Lord's name. അത് രാഗാനുക ഭക്തി സ്റ്റേജിൽ എത്തിയ ആൾക്കാർക്ക് ടയർലെസ് അട്രാക്ഷൻ ആയിരിക്കും. നമുക്കൊക്കെ ഒരു certain സമയം കഴിഞ്ഞാൽ നമുക്ക് we want to change to something else. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഒരുമിച്ച് നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലേ? 2 മണിക്കൂറിൽ മീതെ നമുക്ക് ചാൻ ചെയ്യാൻ പറ്റില്ല അറ്റ് എ സ്ട്രെച്ച്. പിന്നെ നമുക്ക് വി ഹാവ് ടു ഷിഫ്റ്റ് ടു സം അതർ ആക്ടിവിറ്റി. അപ്പോൾ നാമരുചി എല്ലാവർക്കും പറ്റും, അതാണ് ഇവിടെ പറയുന്നത്. 6 Goswamis of Vrindavana achieved the perfect state of attraction for the holy names, chanting and hearing almost 24 hours daily. അപ്പോൾ ഷഡ്ഗോസ്വാമിമാര്, വൃന്ദാവനത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രധാന 6 ശിഷ്യന്മാര്, അവർക്ക് 24 മണിക്കൂറും ഭഗവാന്റെ സേവനം അല്ലാണ്ട് യാതൊന്നുമില്ല. 24 hours. Prabhupada writes, of course, we should not imitate him, Rupa Goswami, but the devotees of the Krishna consciousness movement must at least be very careful to complete their 16 rounds, their minimum amount of prescribed chanting. അപ്പോൾ ഇതേ ഒരേ ഒരു ആഗ്രഹം പ്രഭാത പറയുന്നുള്ളൂ. നമ്മള് ഷഡ്ഗോസ്വാമിമാരെ അല്ലെങ്കിൽ രൂപഗോസ്വാമി നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഗുരുവിന് വാക്കു കൊടുത്തിട്ടുണ്ട്, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതായത് മിനിമം 16 മാല ഡെയിലി ചെയ്യാം, 4 നിയമങ്ങൾ നമ്മൾ പാലിക്കാം. ഇതെങ്കിലും നമ്മൾ വളരെ സിൻസിയറായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. കാരണം നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, നമ്മൾ ഓത്തെടുത്തിട്ടുണ്ട്. നാമഗാനെ സദാ രുചി. വി ഹാവ് ടു ഇൻക്രീസ് അവർ ടേസ്റ്റ് ഫോർ സിംഗിങ് ആൻഡ് ചാൻഡിങ് ഹരേ കൃഷ്ണ, ടീച്ചിങ്സ് ഓഫ് ക്വീൻ കുന്തി. അപ്പോൾ ഇതിലാണ് ക്വീൻ കുന്തിയുടെ ടീച്ചിങ്സിനാണ് പറയുന്നത്. അപ്പോൾ ടേസ്റ്റ് ഫോർ സിംഗിങ് ആൻഡ് ചാൻഡിങ് ഹരേ കൃഷ്ണ. Continuous chanting of the holy name with great relish, ruchi, is the privilege of the advanced devotee. But one who chants with offenses is also recommended to chant constantly. As the Padma Purana states, although in the beginning one may chant the Hare Krishna mantra with offenses, one can free himself from those offenses by chanting again and again. അപ്പോൾ ഈ ഹരേ കൃഷ്ണ മന്ത്രം ആദ്യമെല്ലാം തുടക്കത്തില് ഇനീഷ്യൽ സ്റ്റേജില് നമ്മള് നാമാപരാധം, ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത്. കുഴപ്പമില്ല, കണ്ടിന്യൂ ഇറ്റ് സ്ലോലി ആൻഡ് ഗ്രാജുവലി. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മളുടെ ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ നാമാഭാസത്തിലെത്തും, അത് കഴിഞ്ഞ് ശുദ്ധനാമത്തിലെത്തും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ നാമാപരാധത്തിൽ തുടങ്ങിയാലും ശരി, ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോട് എങ്ങനെയും നമുക്ക് പ്യൂരിഫിക്കേഷൻ നടക്കണം എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ ആ ചാൻഡിങ് പ്രോസസ്സ് തുടർന്നാണ് നാമരുചിയും കിട്ടും. പിന്നെ പതുക്കെ പതുക്കെ നമ്മളെ ശുദ്ധനാമത്തിലെത്തും. അപ്പോൾ ഒരു അപരാധവും ഉണ്ടായിരിക്കില്ല. സോ പാപകശ്യസ്യ ഭവതി സ്മരതാം തം അഹർനിശം. One becomes free from all sinful reactions if one remembers the Lord day and night. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തരാവും നമ്മൾ ഭഗവാനെ രാപ്പകലും സ്മരിക്കുകയാണെങ്കിൽ. എഗെയിൻ അതായിരിക്കരുത് നമ്മളുടെ ഉദ്ദേശം ചാൻഡിങ്ങിന്റെ. അതൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മളുടെ ചാൻഡിങ്ങിന്റെ ഉദ്ദേശം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ വരുന്ന ആ റിസൾട്ട് എല്ലാം ബൈ പ്രോഡക്ട്സ് ആണ്, അത് വന്നുകൊണ്ടിരിക്കും. വാട്ട് എവർ എ പേഴ്സൺ തിങ്സ് ഓഫ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഡിറ്റർമിൻസ് ഹിസ് നെക്സ്റ്റ് ലൈഫ്. യം യം വാപി സ്മരൺ ഭാവം ത്യജദന്തേ കലൈവരം തം തം ഏവൈതി കൗന്ദേയ തഥാ സദ്ഭാവ ഭാവിത. അപ്പോൾ നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് എന്താണോ നമ്മൾ ആലോചിക്കുന്നത്, എന്താണോ സ്മരിക്കുന്നത്, അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ലൈഫ്. അപ്പോൾ ഈ ലൈഫ് നമ്മുടെ പ്രിപ്പറേഷനാണ് ഫോർ ദ നെക്സ്റ്റ് ലൈഫ്. ദിസ് ഈസ് അനദർ റീസൺ ഫോർ ചാനിങ് ദ ഹോളി നെയിംസ് കോൺസ്റ്റന്റ്ലി. നമ്മൾ ജീവിതകാലം മുഴുവനെ ഭഗവാനെ സ്മരിച്ചാൽ മരിക്കുന്ന സമയത്ത്, ആ ഫൈനൽ എക്സാം സമയത്ത് തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഭഗവതാമിൽ പോകാൻ പറ്റും. If we chant
at the difficult hour of death, we will guarantee our return home back to God without doubt. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് ഭഗവാന്റെ നാമം നമുക്ക് സ്മരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാരണ്ടിയാണ് നമുക്ക് തിരിച്ച് ഭഗവതാമിലേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ നെക്സ്റ്റ് ഈസ് 17 അല്ലേ? അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. जय हो प्रेमानंदे. हरि हरि बोल.